നമസ്കാരം. ശബരിമല ദർശനത്തിനായി വീണ്ടും രേഷ്മ നിശാന്തും ഷാനിലയും നിലയ്ക്കലിലെത്തി. എന്നാൽ പോലീസ് ഇവരെ തടയുകയും തിരികെ പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. യുവതികൾ വാശി പിടിച്ചപ്പോൾ പോലീസ് കടുത്ത സ്വരത്തിൽ 2 യുവതികൾക്ക് മുന്നറിയിപ്പ് നൽകി. ക്രമസമാധാന വിഷയമുണ്ടാകുമെന്നും ഉടൻ മടങ്ങിപ്പോയില്ലെങ്കിൽ നടപടി എടുക്കേണ്ടി വരുമെന്ന വിധത്തിലും അധികൃതർ നിലകൊണ്ടപ്പോൾ യുവതികൾ ആഗ്രഹം ഉപേക്ഷിക്കുകയായിരുന്നു. നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ പേരിലാണ് ഇവർ മല കയറാൻ വന്നത്. രേഷ്മയുടെ വീട്ടുപരിസരത്ത് പോലീസ് ഏർപ്പെടുത്തിയ സുരക്ഷ തുടരുകയാണ്. ശബരിമലയിൽ പരസ്യമായി എത്തുന്ന എല്ലാ യുവതികളെയും തടയുകയും രഹസ്യമായി വരുന്നവരെ മാത്രം കയറ്റുകയും ചെയ്യുന്ന നയം എന്തുകൊണ്ടാണെന്ന് വ്യക്തമല്ല. ഇതിനിടെ ശബരിമലയിൽ പ്രവേശിച്ച യുവതികളുടെ ലിസ്റ്റ് സുപ്രീം കോടതിയിൽ സർക്കാർ നൽകിയതിൽ തെറ്റുകളുണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ശബരിമലയിൽ 51 യുവതികൾ കയറിയെന്ന് അവകാശപ്പെട്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച പട്ടികയിൽ അടിമുടി വ്യാജ വിവരങ്ങളെന്ന് പുറത്തു വന്നിരിക്കുന്നു. ചെന്നൈ സ്വദേശി പരംജ്യോതിയാണ് യുവതിയായി കാണിച്ച് സർക്കാർ പട്ടിക നൽകിയത്. പരംജ്യോതി ഒടുവിൽ വീഡിയോ പുറത്തുവിട്ടാണ് താൻ പുരുഷനാണെന്ന് വ്യക്തമാക്കിയത്. 52 വയസ്സുള്ള ചെന്നൈ സ്വദേശിനി ഷീലയുടെ പ്രായം സർക്കാരിന്റെ കണക്കനുസരിച്ച് 48 ആണ്. ആന്ധ്ര സ്വദേശിനി പത്മാവതിക്ക് 55 വയസ്സുള്ളപ്പോൾ അത് സർക്കാർ കണക്കിൽ 48 ആണ്. 52 വയസ്സുള്ള കലാവതിക്ക് സർക്കാർ കൊടുത്തത് 43 വയസ്സ്. സുരക്ഷ ആവശ്യപ്പെട്ട് ബിന്ദു, കനകദുർഗ എന്നിവർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകർ പട്ടിക സമർപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.